A very good morning to all. In the last class, we were discussing about HIV, and in this class, we'll see about the management of a child with HIV. So, in the management, you have different strategies like antiretroviral therapy, prophylaxis and treatment of opportunistic infections and common infections, as well as adequate nutrition and immunization. സോ ഒരു HIV ഉള്ള കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന മേജർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഒന്നുകൂടെ പറയാം. ദീസ് ആർ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി, പ്രൊഫിലാക്സിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ആൻഡ് കോമൺ ഇൻഫെക്ഷൻസ്, adequate nutrition as well as immunization. So let's see this one by one. First about ART drugs. So when to start and whether to start ART drugs for pediatric HIV infected patients are based on few things, which is the viral load of the child, the CD4 count of the child, as well as the clinical condition of the child. സോ ഈ മൂന്ന് കാര്യങ്ങളെ അനുസരിച്ചാണ് നമ്മൾ ART കൊടുക്കണോ വേണ്ടയോ എത്രമാത്രം കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്, വിച്ച് ആർ the viral load, the CD4 count, as well as the clinical condition of the child. A child who has WHO stage 3 or 4 should receive ART irrespective of the immunological state. സോ നമ്മൾ സ്റ്റേജിങ് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ഉള്ള കുട്ടികളാണെങ്കിൽ വേറെ ഒരു കാര്യവും നമ്മൾ നോക്കില്ല. We have to start the ART drugs because they are highly prone to have other infections. Children who are asymptomatic or have stage 1 or 2 disease may be started on ART drugs if they have evidence of advanced or severe immunosuppressions. സോ ഇനിയിപ്പോൾ നേരെ മറിച്ച് സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 കുട്ടികളാണ് എങ്കിൽ അവരുടെ ഈ CD4 കൗണ്ടും വൈറൽ ലോഡും ക്ലിനിക്കൽ കണ്ടീഷനും ഒക്കെ നോക്കിയ ശേഷം അവർക്ക് ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ മാത്രമേ ഈ കുട്ടികളിൽ നമ്മൾ ART ഡ്രഗ്സ് ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. സോ നമ്മൾ ARTയിൽ ഇതുവരെ പറഞ്ഞത് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ആണെങ്കിൽ വേറെ ഒന്നും നോക്കാതെ ഈ കുട്ടികൾക്ക് ART ഡ്രഗ്സ് ഇനീഷ്യേറ്റ് ചെയ്യണം. സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 അല്ലെങ്കിൽ അസിംറ്റമാറ്റിക് ആണ് എങ്കിൽ വൈറൽ ലോഡും CD4 കൗണ്ടും ക്ലിനിക്കൽ കണ്ടീഷനും നോക്കിയ ശേഷം ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ART ഡ്രഗ്സ് ഇനീഷ്യേറ്റ് ചെയ്യും. If a child is younger than 2 years of age, they have higher risk of mortality if they are not initiated with ART drugs. And the WHO now recommends the initiation of ART drugs for all infected children less than 2 years of age, irrespective of the clinical symptoms and immunological state. സോ ഒരു കുട്ടി 2 വയസ്സിൽ താഴെയാണ് HIV ഇൻഫെക്റ്റഡ് ആണ് എങ്കിൽ ഈ കുട്ടികൾക്ക് മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ WHO നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജ് 1 സ്റ്റേജ് 2 സ്റ്റേജ് 3 4 ഒന്നും കൺസിഡർ ചെയ്യാതെ കുട്ടിക്ക് 2 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്ലിനിക്കൽ സ്റ്റേജിങ് ഓർ ദ ക്ലിനിക്കൽ സിംറ്റംസ് വി ഹാവ് ടു സ്റ്റാർട്ട് ART ഡ്രഗ്സ്. സോ ART ഡ്രഗ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ART ഡ്രഗ്സിൽ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ART സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേജ് 1, 2 അല്ലെങ്കിൽ അസിംറ്റമാറ്റിക് ആണെങ്കിൽ CD4 കൗണ്ടും വൈറൽ ലോഡും ക്ലിനിക്കൽ കണ്ടീഷനും നോക്കിയ ശേഷം ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടെങ്കിൽ ART സ്റ്റാർട്ട് ചെയ്യും. കുട്ടിയുടെ പ്രായം 2 വയസ്സിൽ താഴെയാണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ദേ ഹാവ് ഹൈ മോർട്ടാലിറ്റി റേറ്റ്, സോ വി ഹാവ് ടു ഇനീഷ്യേറ്റ് ART ഡ്രഗ്സ്. The drugs used, there are 3 major categories. ഇത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഫാർമക്കോളജിയിൽ പഠിച്ചതാണ്, which are
NRTI, which is nucleoside reverse transcriptase inhibitors, NNRTI, non-nucleoside reverse transcriptase inhibitors, and PI, which are protease inhibitors. സോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ 3 കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ ഹാർട്ട് തെറാപ്പി, ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹൈലി ആക്റ്റീവ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി, ദർ ആർ 2 കോമ്പിനേഷൻസ് ഓഫ് NRTI വിത്ത് എ പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ ഓർ എ NNRTI. സോ ഹാർട്ടിൽ നമ്മൾ യൂഷ്വലി 2 കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഒരു NRTIനെ ഒരു പ്രോട്ടിയേസ് ഇൻഹിബിറ്ററുമായിട്ട് കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു NRTIനെ ഒരു NNRTIയുമായിട്ട് കമ്പൈൻ ചെയ്യും. So under the NACO guidelines, അല്ലെങ്കിൽ the National Program for Management of HIV Infected Children, the usual combination that is recommended is Sidovudine, Lamivudine and Nevirapine as the first line therapy. സോ നമ്മളുടെ നാക്കോ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ കുട്ടികളിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഹാർട്ടിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സിഡോവുഡീൻ, ലമിവുഡീൻ ആൻഡ് നെവിറാപ്പിൻ. ദർ ഇസ് ഓൾസോ ആൻ ഓൾട്ടർനേറ്റീവ് റെജിമെൻ വിച്ച് ഇസ് ടവുഡീൻ, ലമിവുഡീൻ ആൻഡ് നെവിറാപ്പിൻ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ART ഡ്രഗ് പ്രൊഫലാക്സിസ്. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കുട്ടി സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ആണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്ലിനിക്കൽ കണ്ടീഷൻ യു ഹാവ് ടു ഇനീഷ്യേറ്റ് ART drugs. If the child is asymptomatic, stage 1 or 2, you have to check the CD4 count, the viral load and the clinical condition. If there is immunosuppression, you have to initiate ART drugs. If the child is less than 2 years of age, irrespective of any other conditions, you have to start the ART drugs because they are prone to have high mortality. Usually we use 3 drugs, which is NNRTI, NRTI and PI. The common combination is 1 NRTI along with a PI or a NRTI with a NNRTI. According to the NACO guideline, the recommended first line therapy for children is Sidovudine, Lamivudine and Nevirapine. We also have an alternative regimen which is a combination of Stavudine, Lamivudine and Nevirapine. So that was about the first management strategy, which is ART drug. Coming to the second management strategy, which is prophylaxis. So in the prophylaxis, we usually go for clotrimazole prophylaxis. This is usually done in resource limited settings. അതായത് ART ഡ്രഗ്സ് ഒന്നും അവൈലബിൾ അല്ല, വളരെ റൂറൽ ഏരിയയിലാണ്, അവിടെ റിസോഴ്സസ് ഒന്നും അധികം ലിമിറ്റഡ് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ടും HIV അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ടും we will start clotrimazole prophylaxis. It is recommended for all HIV exposed infants starting at 4 to 6 weeks of age and continued until HIV infection can be excluded. So നമ്മൾ ഡയഗ്നോസിസ് പറഞ്ഞായിരുന്നു, the major diagnosis that is done at 18 months അല്ലേ. അപ്പോൾ അതുവരെ കുട്ടികൾക്ക് ഇപ്പോൾ HIV എക്സ്പോസ്ഡ് ആണ്, മദറിന് HIV ഉണ്ടായിരുന്നു എങ്കിൽ 4 to 6 വീക്സിൽ നമ്മൾ ക്ലോട്രിമെക്സാസോൾ പ്രൊഫിലാക്സിസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് കണ്ടിന്യൂഡ് until a negative test of HIV is attained. It is also recommended for HIV exposed breastfeeding children of any age and should be continued until HIV infection can be excluded by HIV antibody testing. So breastfeed ചെയ്യുന്നുണ്ട് HIV എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡിനെ എങ്കിൽ ഈ ഒരു പ്രൊഫിലാക്സിസ് ബ്രസ്റ്റ് ഫീഡിങ് എത്ര നാൾ ചെയ്യുന്നോ അത്രയും നാൾ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് വി വിൽ ഈവൻ കണ്ടിന്യൂ until we get a negative HIV antibody testing. So this is about clotrimazole prophylaxis. Usually ഇത് കൊടുക്കുന്നത്